ഈ സെറാമിക്കിന് എന്തെങ്കിലും ഡാമേജ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ബ്രൈഡൽ ലൈന് കേടുവരാൻ ചാൻസ് ഉണ്ട്. ഹായ്, സൈക്കോanglerന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പൊ എന്റെ പേര് നിസാം. സത്യം പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഫിഷിംഗ് വീഡിയോസ് ഒന്നുമില്ല. നമ്മുടെ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫിഷിങ്ങിന് പോകാനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോനകത്ത് നമ്മൾ കുറച്ച് സ്ട്രൈക്കും കാര്യങ്ങളും മുന്നേ കിട്ടിയിട്ടുണ്ടായിരുന്ന സ്ട്രൈക്കും കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തത്. അപ്പോ പൂർണ്ണമായിട്ടും എല്ലാവരും സഹകരിക്കുന്നു വിചാരിക്കണ്. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും തുടക്കക്കാർക്കും അതുപോലെ തന്നെ കുറച്ച് അറിയാത്തവരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ഉപകാരപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ്. പ്രത്യേകിച്ച് ചില നോട്ടുകളെ പറ്റിയിട്ട്, അതായത് നമ്മുടെ FG നോട്ട് അതുപോലുള്ള കുറച്ച് നോട്ടുകളെ പറ്റിയിട്ടും അതുകൊണ്ടുണ്ടാവുന്ന നമ്മുടെ ടാക്കിൾസിന് ഉണ്ടാവുന്ന ഉപയോഗം, അതുപോലെ തന്നെ അത് ഏത് സാഹചര്യങ്ങളിലാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളതും അങ്ങനെ പറ്റിയുള്ള ഒരു വീഡിയോ. അതോടൊപ്പം തന്നെ തുടക്കക്കാർക്ക് പറ്റിയിട്ടുള്ള ഒരു ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു നോട്ടും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ തീർച്ചയായിട്ടും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പൊ നമ്മൾ ഫസ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, സാധാരണ ഞാൻ നൈറ്റ് ഫിഷിങ്ങിന് പോകുന്ന സമയത്താണ് ഈ FG നോട്ട് കെട്ടാറുള്ളത്. ഡേ ഫിഷിങ്ങിൽ നമുക്ക് FG നോട്ട് കെട്ടാൻ പറ്റില്ല എന്നല്ല പറയുന്നത്. പക്ഷെ ഞാൻ ഡേ ഫിഷിങ്ങിൽ പോകുന്ന സമയത്ത് ഇതുപോലെ ബ്രൈഡൽ ലൈനകത്ത് ലീഡർ ലൈൻ കണക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ സ്യൂവല് ഞാൻ സെറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റോഡും റീലും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവരാനും കൊണ്ടു നടക്കാനൊക്കെ എളുപ്പമായിരിക്കും. ചിലർ സാധാരണ റോഡ് മടക്കി 2 പീസ് ആക്കിയിട്ട് തന്നെ അതിന്റെ ഫുൾ ബാഗ് കിറ്റ് വരുന്നുണ്ട്, അതിനകത്ത് വെക്കാറുണ്ട്. പക്ഷെ ഞാൻ സാധാരണ എല്ലാം സെപ്പറേറ്റ് ആക്കിയിട്ടാണ് കൊണ്ടു നടക്കാറുള്ളത്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഉപകാരപ്രദമാണ് ഈ ഒരു സ്യൂവല് അറ്റാച്ച് ചെയ്യുന്നതുകൊണ്ട്. പിന്നെ FG നോട്ട് കെട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് വേണ്ടി വരും, നമുക്ക് ഇതുപോലെ സെപ്പറേറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ. അപ്പൊ അതുകൊണ്ടാണ് ഡേ ഫിഷിങ്ങിന് ഞാൻ ഇറങ്ങുന്ന സമയത്ത് FG നോട്ട് കെട്ടാതെ അങ്ങനെ കെട്ടേണ്ട സാഹചര്യം വരാറുണ്ട്. അത് വരുന്ന വെച്ചാൽ നമ്മുടെ കയ്യിൽ സ്യൂവൽ ഇല്ലാതൊക്കെ സമയം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ FG നോട്ട് കെട്ടിയതിനു ശേഷമാണ് നമ്മൾ കാസ്റ്റ് ചെയ്യാറുള്ളത്. സാധാരണ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ നൈറ്റ് ഫിഷിങ്ങിലാന്ന് പറഞ്ഞു. അത് ഞാൻ മാത്രമല്ല, നൈറ്റ് ഫിഷിങ്ങിന് ഇറങ്ങുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും, അതായത് ഫിഷിങ്ങിന് ഇറങ്ങുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഉപകാരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റോഡ് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുനടക്കണം, അതല്ലെങ്കിൽ നമ്മുടെ ബ്രൈഡ് നമുക്ക് നല്ല രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും FG നോട്ട് കെട്ടിയേ മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബ്രൈഡും കേടുവരും, റോഡും കേടുവരും. അത് കേടുവരുന്നതിന്റെ കാരണം ഞാൻ എന്താന്നുള്ളത് കാണിച്ചുതരാം. ആദ്യം റോഡിന്റെ സംബന്ധിച്ചുള്ള കാര്യം പറഞ്ഞുതരാം. ഈ റോഡ് കണ്ടോ, ഈ റോഡിന്റെ ഇത് കണ്ടില്ലേ, ഇതിന് പറയുന്നതാണ് ഗൈഡ് എന്ന് പറയാം. ഈ ഒരു ഭാഗത്തിന് പറഞ്ഞത് ഇങ്ങനെ നമ്മുടെ പല റോഡിന് പല അനുസരിച്ചിട്ട് ഒരു 5 or 6 ഗൈഡുകൾ വരാറുണ്ട്. ഈ ഗൈഡിനകത്ത് തന്നെ ഒരു സാധനം കൂടി വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇതിന്റെ അകത്ത് വരുന്ന ഒരു ചെറിയ റിങ് കണ്ടോ, ഇതിനാണ് സെറാമിക് എന്ന് പറയാം. ഈ ഒരു സെറാമിക് റിങ് ആണ് നമ്മുടെ ബ്രൈഡൽ ലൈനെ പ്രൊട്ടക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ബ്രൈഡൽ ലോങ് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്മൂത്ത് ആയിട്ട് ഇതിൽ നിന്നും ഊരി പോകുന്നതും. അപ്പൊ ഈ സമയത്ത് നമ്മുടെ ഫുള്ളി സ്മൂത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട്, ബ്രൈഡിന് സ്മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടും ബ്രൈഡലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതും ഈ ഒരു സെറാമിക് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ബ്രൈഡൽ ലൈൻ ഒരു ചെറിയൊരു നൂലാണ്. ഈ നൂല് നമ്മൾ കല്ലിൽ വരുത്തിയാൽ തന്നെ പൊട്ടിപ്പോകുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അതേപോലെ തന്നെയാണ് ഈ സെറാമിക്കിന് എന്തെങ്കിലും ഡാമേജ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ബ്രൈഡൽ ലൈന് കേടുവരാൻ ചാൻസ് ഉണ്ട്. ചെറിയ സ്ക്രാച്ച് വീണാൽ മതി, ഈ ബ്രൈഡൽ ലൈനും അത് ബാധിക്കും. കാരണം വെച്ചാൽ ഇതിൽ കിടന്ന് വരഞ്ഞ് അത് നമ്മൾ ഒരു 20-25 മീറ്റർ കാസ്റ്റ് ചെയ്ത് റിട്രീവ് ചെയ്യുന്ന സമയത്തും അത്രയും ഭാഗം തന്നെ നമ്മൾ ഇതിലൊക്കെ വരഞ്ഞിട്ട് ആ പല ഭാഗങ്ങളിലായിട്ടും ചിലപ്പോൾ ബ്രൈഡൽ ലൈന് കംപ്ലൈന്റ് വരാൻ ചാൻസ് ഉണ്ട്. അതങ്ങനെ വരുന്നതും ഈ നൈറ്റ് ഫിഷിങ്ങിൽ നമ്മൾ ഇതുപോലുള്ള സ്യൂവല് വെച്ച് നമ്മുടെ ബ്രൈഡൽ ലൈനും ലീഡർ ലൈനും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ഈ സ്യൂവല് വെച്ച് കാസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് കൂടുതലായിട്ട് വരുന്നത്. കാരണം അത് വരും എന്നുള്ള 100% ഉറപ്പാണ് ഇങ്ങനെ ഈ സ്യൂവലും വെച്ചിട്ട് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ അങ്ങനെ ഇതിന് ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ FG നോട്ട് കിട്ടുന്നത്. ഇനി ഡാമേജ് എങ്ങനെ വരുന്നതെന്നല്ലേ, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ ഡാമേജ് വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഈ നൈറ്റ് ഫിഷിങ്ങിൽ ടോർച്ച് ഉപയോഗിക്കാറില്ല എന്നല്ല, തീരെ ഉപയോഗിക്കാറില്ല. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കത്തിച്ചിട്ടുകൊണ്ട് നമ്മൾ കാസ്റ്റ് ചെയ്യാറില്ല. അങ്ങനെ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീൻ കിട്ടില്ല, അത് ഉറപ്പാണ്. കാരണം വെച്ചാൽ ഈ വെട്ടം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മീന് പേടിക്കും, പിന്നെ അവിടുന്ന് സ്ട്രൈക്കും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ടോർച്ച് ഉപയോഗിക്കാറില്ല. സ്ട്രൈക്കും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ടോർച്ചും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുള്ളൂ, അതിനെ മീൻ കരക്കടിക്കുന്ന സമയത്ത്. അപ്പോൾ തന്നെ നമ്മൾ ഈ പറയാൻ കാരണം വെച്ചാൽ, ഈ സമയത്ത് നമ്മൾ ടോർച്ച് ഒന്നും ഇല്ലാതെ നൈറ്റ് ഫിഷിങ്ങിൽ ഇറങ്ങി കാസ്റ്റ് ചെയ്യുന്നത് റിട്രീവ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഇത് കണ്ടോ, ഇങ്ങനെ സ്യൂവില് വെച്ചിട്ടാണ് നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്യൂവില് വന്നിട്ട് ഇതിനകത്ത് വന്ന് ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ട് നിൽക്കും. നമ്മുടെ ഈ സെറാമിക്കിന് വന്നിട്ടാണ് ടച്ച് ചെയ്ത് കൊടുക്കുക.
ഈ ടച്ച് ചെയ്തുകൊണ്ട് ഇതൊരു മെറ്റലാണ്, എല്ലാവർക്കും അറിയാം സിവിൽ മെറ്റലാണെന്നുള്ളത്. ഈ സെറാമിക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ചെറിയൊരു നമ്മുടെ ലേഡീസൊക്കെ ഉപയോഗിക്കുന്ന കുപ്പിവളക്ക് അതുപോലത്തെ ഒരു മെറ്റീരിയലാണ്, ഗ്ലാസ് പോലത്തെ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോവും. തറയിലൊക്കെ റോഡ് വീണാൽ തന്നെ നമ്മുടെ ഗൈഡിൻ്റെ ഒക്കെ സെറാമിക് പൊട്ടിപ്പോവാറുണ്ട്. അതുപോലെ തന്നെയാണ് ഈ മെറ്റൽ വന്നിട്ട് ഇതിൽ വന്ന് അടിച്ചു കഴിഞ്ഞാലും നമുക്ക് ഇവിടുത്തെ സെറാമിക് പൊട്ടിപ്പോകാൻ അല്ലെങ്കിൽ ചെറിയ ക്രാക്ക് വീകാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മുടെ ബ്രൈഡിനും പണി കിട്ടും, റോഡും പണി കിട്ടും എന്ന് പറയാൻ കാരണം ഇതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് അത് ഇങ്ങനെ പണി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ FG നോട്ട് കെട്ടുന്നത്. അപ്പോൾ പലർക്കും അറിയില്ല ഈ FG നോട്ട് കെട്ടുന്നത് എങ്ങനെയാണെന്നുള്ള അറിയാം. FG നോട്ട് ഒരുപാട് വീഡിയോസിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന ഉപയോഗം അങ്ങനെ വീഡിയോയിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്രയും വ്യക്തമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. പിന്നെ അതുപോലെ തന്നെ പലപ്പോഴും ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു സിവില് നമ്മൾ ഉപയോഗിക്കുന്ന സൈസിനെ പറ്റിയിട്ട്. സാധാരണ ഞാൻ കാസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഒത്തിരി പേര് ഞാൻ ചെറിയ സ്യൂലിട്ട് കാസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഒരിക്കലും അത് നല്ലതിനല്ല. കാരണം ബൈ ചാൻസ് നമ്മളത് അറിയില്ല, നമ്മൾ റിട്രീവ് ചെയ്ത് വരുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലൂടെ കയറി പോകും. ഞാൻ കാണിച്ചു തരാം, ഒരു ചെറിയ സ്യൂൽ എടുത്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, സാധാരണ ഇതും ഇതിന്റെ കുറച്ചും കൂടി വലുപ്പമുള്ള സ്യൂലൊക്കെ ഇട്ട് ചെയ്യാറുണ്ട്. നമുക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ സ്യൂല് വന്ന് ജസ്റ്റ് ഇതിൽ വന്ന് നിൽക്കുന്ന സൈസിലുള്ള പല ഗൈഡിന്റെയും ഈ സെറാമിക് ഈ ഭാഗം വരുന്നത് ചിലപ്പോൾ ഹോൾ വ്യത്യാസം ഉണ്ടാവും, എല്ലാ റോഡിന്റെ സെയിം ആയിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതൊക്കെ കറക്റ്റാണ്. ഈ സ്യൂലിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ്, ഇതിൽ വന്നിട്ട് ഇവിടെ നിൽക്കേ ചെയ്യുള്ളൂ. പല സ്യൂലും എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിട്ട് ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ട്. അതെന്താ കാരണം വെച്ചാൽ ഇതിന്റെ അകത്തൂടെ ഇങ്ങനെ നമ്മൾ റിട്രീവ് ചെയ്യണ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ അറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ കയറി പോയിട്ട് തിരിച്ച് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വന്ന് ലോക്കാവും. നമ്മൾ ഷാഡോ ലൂറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മുഖത്തോട്ട് തന്നെ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരെ മുഖത്തോട്ടൊക്കെ വന്ന് അടിക്കാനും ചാൻസ് വളരെ കൂടുതലാണ്, കുറച്ച് ഡേഞ്ചറാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ സെറാമിക് കൂടുതലായിട്ട് പൊട്ടി തെറിച്ച് പോകാനൊക്കെ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ചെറിയ സ്യൂലൊന്നും ഉപയോഗിക്കരുത്. മാക്സിമം ഇതുപോലുള്ള വലിയ സ്യൂലൊക്കെ അത്യാവശ്യം വലുത് ഓവറാവാനും പാടില്ല. ഇതിൽ വന്ന് നമുക്ക് ജസ്റ്റ് ആ സ്യൂൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് നമ്പർ 4 ആണ്. ജസ്റ്റ് ഇതിൽ വന്ന് നിൽക്കുന്നതന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഓരോ ഗൈഡിൻ്റെയും സെറാമിക്കിൻ്റെ സൈസ് വ്യത്യാസം ഉണ്ടായിരിക്കും, പല കമ്പനിയെ അനുസരിച്ചായിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ തുടക്കക്കാർക്ക് പറ്റിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു നോട്ടുണ്ട്. നമുക്ക് എളുപ്പം പല നോട്ടുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒത്തിരി നമുക്ക് ഒരു ഐഡിയയും കിട്ടാത്ത തരത്തിലുള്ള നോട്ടുകൾ വരെ ഉണ്ട് FG നോട്ട് തന്നെ. അപ്പോൾ അതിൽ സിമ്പിളായിട്ടുള്ള ഒരു നോട്ടാണ് ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത്. എല്ലാവർക്കും ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമുക്ക് ആ നോട്ട് കൊട്ടുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് ഒന്ന് നോക്കാം. ഓക്കെ, സിമ്പിളായിട്ടുള്ള ആ FG നോട്ട് കെട്ടുന്ന രീതിയാണ്. അതിന് ചെയ്യേണ്ടത് വെച്ചാൽ ലീഡർ ലൈൻ ഉണ്ട്, നമ്മുടെ ബ്രൈഡൽ ലൈൻ ഉണ്ട്. അപ്പോൾ ലീഡർ ലൈൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെറുത്, അധികമൊന്നും വേണ്ട, 1.5 മീറ്റർ ലീഡർ ലൈനാണ് സാധാരണ നമ്മൾ എടുക്കാറ്, 1 അല്ലെങ്കിൽ 1. അപ്പോൾ കൂടുതലൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത്രയും നമുക്ക് ആ ലെങ്ത് കുറഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഭാഗം പിടിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്, സിമ്പിളായിട്ട് നമുക്ക് കാണിച്ചു തരേണ്ടത് അതിന് വേണ്ടിയിട്ട്. അതിനുശേഷം ഇങ്ങനെ മടക്കി പിടിച്ചതിന് ശേഷം നമ്മുടെ ബ്രൈഡൽ ലൈൻ എടുക്കുക. എന്നിട്ട് ലീഡർ ലൈൻ ഇങ്ങനെ മടക്കി പിടിച്ചതിൻ്റെ മുകളിൽ കുറച്ചിങ്ങനെ സ്റ്റഡി ആയിട്ട് വെക്കുക. കുറച്ച് ഇങ്ങനെ സ്റ്റഡി ആക്കി വെച്ചതിന് ശേഷം അതിങ്ങനെ സ്റ്റഡി ആക്കി വെച്ചതിന് ശേഷം ഇതിലൂടെ 2-3 പോരാ, ഏകദേശം ഒരു ഇങ്ങനെ എത്രയും ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ കുറച്ച് ചുറ്റിയെടുക്കുക. ഏകദേശം ഒരു 10 ഏറ്റവും കുറഞ്ഞ ഉണ്ടായിക്കോട്ടെ, അത്രയും നല്ലതാണ്. ഇതുപോലെ ഇങ്ങനെ ചുറ്റിയെടുക്കുക. ഓക്കെ, അത് അത്യാവശ്യം ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ ബ്രൈഡൽ ലൈൻ്റെ ഈ ഒരു എൻഡ് ഉണ്ടോ, അത് ഇതിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. എന്നിട്ട് ഈ ബ്രൈഡൽ ലൈൻ്റെ എൻഡ് നമ്മൾ ഈ എൻഡിൽ ഈ ഒരു ഹോളിലൂടെ ഇങ്ങോട്ട് പുറത്തോട്ട് എടുക്കുക. ഓക്കെ, അതിനുശേഷം ഇത് പതിയെ ഇങ്ങോട്ട് മേലോട്ട് ഇങ്ങനെ തിരികെ കൊണ്ടുവരാം. ഓക്കെ, അങ്ങനെ ഈ എൻഡിൽ എത്തിച്ചതിന് ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്യാം. ഓക്കെ, നന്നായിട്ട് ഈ എൻഡിൽ കൊടുത്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്യാം. എന്നിട്ട് 2 ലൈനും ഒരേപോലെ പിടിച്ചതിന് ശേഷം ഒന്ന് മുകളിലോട്ട് ഇതുപോലെ വലിച്ച് ടൈറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ല ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു എൻഡ് ഉണ്ടല്ലോ, ഇവിടെ ഈ ബ്രൈഡൽ ലൈൻ വരുന്ന ഇതെന്ത് ചെയ്യുക, ഇവിടെ ഇതേപോലെ 2-3 കെട്ട് ഇങ്ങനെ ചുമ്മാ നമ്മൾ ഇതിൻ്റെ ഉള്ളിലൂടെ തന്നെ എടുത്ത് കെട്ടുക. അപ്പോൾ ഇത്തിരിയും കൂടി സ്ട്രോങ് ആയിട്ട് അവിടെ ഇരിക്കും. നമുക്കിതെല്ലാം തന്നെ നമുക്ക് യൂസ് ചെയ്യാം, പക്ഷെ ഇത്രയും കൂടി സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ അവിടെ ഒരു കെട്ടിട്ട് അങ്ങനെ ഒരു 5-6 കെട്ടിടുക. അപ്പോൾ നമ്മൾ കെട്ടി കഴിഞ്ഞിട്ടുണ്ട്, ഈ ഇങ്ങോട്ടുള്ള ഭാഗം കെട്ടി കഴിഞ്ഞിട്ടുണ്ട്.
ഇനി അതിനുശേഷം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ബ്രൈഡലിനെ ഒരിക്കലും ഞാൻ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ച് തിരിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു തുണി എടുത്തതിന് ശേഷം ഇതുപോലെ ഒരു തുണി എടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ചുറ്റിയെടുക്കുക. ബ്രൈഡലിന് നമുക്കൊന്ന് ടൈറ്റ് ആക്കി എടുക്കണ്ട, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തുണിയായിട്ട് കയ്യിൽ ചുറ്റാൻ പറയുന്നത്. ഓക്കെ, അതിനുശേഷം ഇതേപോലെ നമുക്ക് ലീഡർ ലൈനും പിടിക്കരുത്, പക്ഷേ ഡേഞ്ചറാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എങ്കിലും കുഴപ്പമില്ല, നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതെ നല്ല അടിപൊളിയായിട്ട് അവിടെ കെട്ടായിട്ട് ഇരുന്നിട്ടുണ്ട്. ഇനി ഇത് സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് അഴിഞ്ഞു പോരില്ല. ഇത് നമ്മൾ വലിക്കും തോറും ടൈറ്റായിട്ട് ഇരിക്കുകയേ ചെയ്യുള്ളൂ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ പലതരത്തിലുള്ള കെട്ടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലുള്ള സിമ്പിളായിട്ട്, കാരണം ഒരു ഐഡിയയും കിട്ടാത്ത തരത്തിലുള്ള കെട്ടുകൾ വരെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, പെട്ടെന്ന് കെട്ടി കഴിയാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു വരുന്നതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്തത്. ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളാണ്, സാധാരണ നമ്മൾ കെട്ടുന്നൊരു കെട്ടാണ്, പെട്ടെന്ന് തന്നെ കെട്ടി കഴിയും. ഓക്കെ, ഇനി അതിന് ശേഷം ഈ ബാക്കി വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ അതെ നമ്മൾ ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നമ്മുടെ ലൈറ്റർ ഉപയോഗിച്ചുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുത്താൽ അത്രയും കൂടി നന്നായിരിക്കും. അപ്പോൾ അതേ നമ്മൾ രണ്ട് ഭാഗം കട്ട് ചെയ്ത ഭാഗത്തൊന്ന് ലൈറ്റർ ഉപയോഗിച്ചിട്ടൊന്ന് ഉരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഉരുക്കി കഴിഞ്ഞപ്പോൾ ഒത്തിരി കൂടി ഒന്ന് ഫിനിഷായി അവിടെ ആ ഭാഗം. അപ്പോൾ ഇത്രയേ ഉള്ളൂ FG നോട്ട്. സിമ്പിളായിട്ടുള്ള ഒരു FG നോട്ടാണ്. പലതരത്തിലുള്ള FG നോട്ടുകളുണ്ട്, കാരണം നമുക്കൊരു ഐഡിയ പോലെ ഒരു ഐഡിയയും കിട്ടില്ല. അത്തരത്തിലുള്ള തിരിച്ചിലും മറിച്ചിലൊക്കെ ആയിട്ടുള്ള ഒരുപാട് FG നോട്ടുകളുണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്, തുടക്കക്കാർക്കൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നോട്ട് തന്നെയാണ്. അപ്പോൾ ഒരെട്ടെങ്കിലൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇതെങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. ഇതിന്റെ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് നോക്കുക. അപ്പോൾ അതേ നമ്മൾ ആ സിമ്പിൾ ആയിട്ടുള്ള FG നോട്ട് കെട്ടിക്കഴിഞ്ഞ് ഇത് കണ്ടോ, ഇപ്പോൾ ഒരു പ്രശ്നം വരുന്നില്ല. കാരണം വെച്ചാൽ നമ്മുടെ സെറാമിക്കും പൊട്ടിപ്പോവില്ല, നമ്മുടെ ബ്രൈഡൽ ലൈനും ഒരു കംപ്ലൈന്റും വരില്ല. അപ്പോൾ FG നോട്ടൊക്കെ കെട്ടുന്ന സമയത്ത് നൈറ്റ് ഫിഷിംഗിൽ നമ്മൾ റിട്രീവ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നമില്ല. ഇനി അഥവാ ഇതിന്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ നോക്കിയതിനു ശേഷം നമുക്ക് കാസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. കഴിഞ്ഞ നമ്മളെ 2-3 വീഡിയോസിനകത്ത് ഒത്തിരി സുഹൃത്തുക്കൾ മെസ്സേജ് ചെയ്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഫിഷിംഗ് വീഡിയോ ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോസ് അതായത് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഒത്തിരി സുഹൃത്തുക്കൾ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും സുഹൃത്തുക്കളെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം അതിന്റെ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന അതേ സമയം തന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ്. അപ്പൊ എന്തായാലും ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാവുന്നതാണ്.